റിജിൽ മാക്കുറ്റി കൂടി ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ റിജിൽ മാക്കുറ്റി, ഇത്രയും പ്രമാദമായൊരു കേസ്, അതിൻ്റെ തെളിവുകൾ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ അതിലെ വീഴ്ചയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ സംഭവിച്ചത് ഇതാണ്, എലി കരണ്ടു എന്നതാണ്. അത് നഷ്ടപ്പെട്ടാലും വലിയ കുഴപ്പമുണ്ടാകില്ല, ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ടുണ്ട് എന്ന ഒരു വിശ്വാസമാണ് പോലീസിനുള്ളത്. എന്താണ് റിജിലിന് പറയാനുള്ളത്? ഫസൽ കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രമാദമായ ഒരു കേസാണ്. ആ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടിട്ട ആളുകൾ ഇന്ന് MLA ആണ്. തീർച്ചയായും ആ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള തുടക്കം മുതലേ ആ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായ കാലഘട്ടത്തിൽ നടന്നതാണ്. പക്ഷേ CBI ആ ഘട്ടത്തിൽ അന്വേഷിച്ചപ്പോഴാണ് ഈ പ്രതികളെ കണ്ടെത്തിയത്. വലിയൊരു കലാപത്തിന്, തലശ്ശേരിയിലെ രണ്ടാം കലാപത്തിന് കൂപ്പൂട്ടുന്ന രൂപത്തിലേക്കുള്ള വലിയൊരു അജണ്ടയാണ് CPM-ന്റെ നേതൃത്വം ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കേസ് കൃത്യമായി അന്നത്തെ പോലീസ് അന്വേഷിച്ചപ്പോൾ അന്നത്തെ ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണനും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചത് കൊണ്ടാണ് യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം പോയത്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഏറെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എലി കരണ്ട് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ ഭരണകാലത്ത് പലതും ഇങ്ങനെ എലി കരണ്ടിക്കും അതോടൊപ്പം ഇടിമിന്നലേറ്റൊക്കെ പല ഫയലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി കാരായി രാജനെ എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ CPM-ന്റെ നേതാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാവാം അങ്ങനെ പോയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കാരായി രാജൻ എന്ന് പറയുന്ന ഒരു കൊലക്കേസിനകത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്ത് ആ പ്രതിയെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി രാജിവെച്ച് വീണ്ടും വെല്ലുവിളിച്ച് ഈ നിയമസംഹിതയോട് വെല്ലുവിളിച്ചിട്ടാണ് അയാളെ സ്ഥാനാർത്ഥിയാക്കിയത്. ഒരു കൊലയാളിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസിന്റെ വിധി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ പദവിയിൽ തുടരാൻ പറ്റുമോ എന്നുള്ളത് പോലും സംശയമുണ്ട്. അതാണ് CPM-ന്റെ നയം. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആകസ്മികമായി സംഭവിക്കുന്നതല്ല, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് എലി കരണ്ടതാവാം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും പ്രമാദമായ ഒരു കേസിന്റെ ആ ഫയൽ എലി കരളാനുള്ള സാഹചര്യത്തിൽ എത്തിക്കുമ്പോൾ എന്ത് സംവിധാനമാണ് ഇതിന്റെ അകത്ത് ഉള്ളത് എന്ന് കൂടി പരിശോധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്.